ഒന്നാമതായി പറഞ്ഞിരിക്കുന്ന കാര്യം അശ്ശിർകു ഫീ ഇബാദത്തില്ലാഹ്, അള്ളാഹുവിന് മാത്രം നൽകേണ്ട ആരാധനകളിൽ മറ്റൊരാൾക്ക് പങ്ക് നൽകുക എന്നുള്ളത് ഇസ്ലാമിൽ നിന്ന് പുറത്താകുന്ന ഒരു വിഷയമാണ്. അതിനുശേഷം സഹോദരങ്ങളെ ബാറക്കല്ലാഹു ഫീക്കും, ഷിർക്കിന്റെ ഗൗരവത്തെ സൂചിപ്പിക്കാൻ രണ്ട് കാര്യങ്ങൾ, രണ്ട് ആയത്തുകൾ ഇവിടെ സൂചിപ്പിച്ചു. ഈ ആയത്ത് നമ്മൾ ഹിഫ്ള് ചെയ്യണം. എന്റെ സഹോദരങ്ങളോട് പറയാനുള്ളത്, എല്ലാവരും ഹിഫ്ള് ചെയ്യണം. ആയത്ത് മനഃപ്പാഠമാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് അതിന്റെ അർത്ഥമെങ്കിലും നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കണം. കാരണം ഇന്ന് പല ആൾക്കാരോടും ഷിർക്ക് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ബിദ്അത്ത് എന്ന് പറയുമ്പോൾ അവര് അപ്പോൾ തന്നെ അവരുടെ മനസ്സിൽ പോകുന്നത് ഇസ്ലാമും കുഫർ എന്നല്ല, മറിച്ച് മുജാഹിദ് സുന്നി എന്നാണ്. ഒരാളോട് ഇത് ചെയ്യാൻ പാടില്ല, ഇത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ സമയത്ത് അവർ തിരിച്ചു പറയുന്നത് ഇത് മുജാഹിദിന്റെ വാദമാണ്. കാരണം ജനങ്ങളെ അങ്ങനെ പഠിപ്പിക്കപ്പെട്ടു. വാസ്തവത്തിൽ ഇതൊരിക്കലും ഒരു മുജാഹിദിന്റേതോ അല്ലെങ്കിൽ ജമാഅത്തിന്റെയോ അങ്ങനെ ഒരു സംഘടനയുടെ വാദമല്ല, മറിച്ച് ഇതാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ഇതല്ലാതെ ആരാധനയിൽ പങ്കു ചേർക്കാൻ ഇസ്ലാം അനുവദിക്കുന്ന ഒരു ആയത്തോ ഒരു ഹദീത്തോ നമുക്കൊരിക്കലും സഹോദരങ്ങളെ കാണാൻ വേണ്ടി സാധ്യമല്ല. ഷിർക്കിനെ സംബന്ധിച്ച് പറഞ്ഞതിന് ശേഷം അതിന്റെ ഗൗരവത്തെ സൂചിപ്പിക്കാൻ രണ്ട് ആയത്തുകളാണ് പറഞ്ഞു തന്നത്. ഒന്നാമത്തേത്, ഷിർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും മാപ്പാക്കുകയില്ല എന്ന സൂചന നൽകുന്ന ആയത്ത്. ഷിർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും മാപ്പാക്കുകയില്ല എന്ന സൂചന നൽകുന്ന പരിശുദ്ധമായ ഖുർആനിലെ ആയത്ത് ഏതാണ്? ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. സൂറത്തുൻ നിസാഇൽ 2 തവണ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് പറയുന്നുണ്ട്. സൂറത്തുൻ നിസായിലെ 47-ാമത്തെ വചനത്തിലും 116-ാമത്തെ വചനത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഷിർക്ക് എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും മാപ്പാക്കുകയില്ല. അല്ലാഹുവിൽ പങ്കു ചേർക്കുക എന്നുള്ളത് അല്ലാഹു ഒരിക്കലും മാപ്പാക്കുകയില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ഷിർക്കിന് താഴെയുള്ള ഏത് പാപങ്ങളാണെങ്കിലും അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് മാപ്പാക്കി നൽകുന്നതാണ്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അപ്പൊ ഷിർക്കിന്റെ ഗൗരവത്തെ മനസ്സിലാക്കി തരുന്ന ആയത്താണത്. ഷിർക്ക് ഒരു വ്യക്തി ചെയ്യുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മാപ്പാക്കുകയില്ല എന്ന് സൂറത്തുൻ നിസായിലെ 47-ാമത്തെ ആയത്തിലും 116-ാമത്തെ ആയത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്നു. അത് ഷിർക്കിന്റെ ഗൗരവത്തെ നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ്. ഇത്രയും കരുണയുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ഹദീസുകളിൽ വന്നതുപോലെ ഒരു ഉമ്മ തന്റെ കുട്ടിയോട് കാണിക്കുന്ന കരുണയേക്കാൾ എത്രയോ ഇരട്ടി കരുണയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നമ്മോട്. അത്രയും കരുണയുള്ള റബ്ബ് ഷിർക്ക് ചെയ്താൽ മാപ്പാക്കുകയില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ, ആ ഷിർക്കിന്റെ ഗൗരവം എത്രയാണ്? എന്നിട്ടും നമ്മുടെ നാട്ടിൽ പല ആൾക്കാരും അള്ളാഹുവിന് മാത്രം നൽകേണ്ട വിഷയങ്ങൾ അള്ളാഹു അല്ലാത്തവർക്ക് നൽകുന്നുണ്ട്. അതിന്റെ ചില ഉദാഹരണങ്ങളൊക്കെ നമുക്ക് ശേഷം പറയാം. രണ്ടാമതായി ഇവിടെ പറഞ്ഞിരിക്കുന്ന ആയത്ത്, ഒരു വ്യക്തി ഷിർക്ക് ചെയ്യുകയാണെങ്കിൽ, ഒരു വ്യക്തിയിൽ നിന്ന് ഷിർക്ക് സംഭവിക്കുകയാണെങ്കിൽ അവന് നരകം നിർബന്ധമാണ്, സ്വർഗം നിഷിദ്ധമാണ്. നരകം നിർബന്ധമാണ്, സ്വർഗം നിഷിദ്ധമാണ്. അള്ളാഹു പറഞ്ഞു, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർക്കുന്ന പക്ഷം ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അല്ലാഹു അവന് സ്വർഗം നിഷിദ്ധമാക്കി. വമഅവാഹു നാർ, അവൻ നരകത്തിൽ പ്രവേശിക്കുന്നവനാണ്. വമാ ലിദ്ദാലിമീന മിൻ അൻസാർ, വമാ ലിദ്ദാലിമീന മിൻ അൻസാർ. ശിർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരെ സഹായിക്കാൻ ആരും തന്നെയില്ല എന്ന് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പോൾ ഒരു വ്യക്തി ശിർക്ക് ചെയ്യുകയാണെങ്കിൽ അവന് സ്വർഗം നിഷിദ്ധമാണ്, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല, മറിച്ച് അവൻ നരകത്തിന്റെ ആളാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നതായി നമുക്ക് കാണാം. സൂറത്തുൽ മാഇദയിലെ 72-ാമത്തെ വചനം, സൂറത്തുൽ മാഇദയിലെ 72-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന എന്താണ്? ആരെങ്കിലും ശിർക്ക് ചെയ്യുകയാണെങ്കിൽ അവൻ കാലാകാലം നരകത്തിലാണ്. സഹോദരങ്ങൾ, ഇതിന്റെ ഗൗരവം നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഒരു കാരണവശാലും ശിർക്ക് വരാതെ നമ്മൾ സൂക്ഷിക്കുക. നമുക്കറിയുന്ന ഏതെങ്കിലും സഹോദരങ്ങൾ അള്ളാഹുവിന് മാത്രം നൽകേണ്ട ബാധ്യതകൾ മറ്റുള്ള സൃഷ്ടികൾക്ക് നൽകുന്നുണ്ടെങ്കിൽ, അത് ഏത് നബിക്കാവട്ടെ ഏത് വലിയനാവട്ടെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുക. നമ്മുടെ ഭാര്യ ചെയ്യുന്നുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുക, മക്കളുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുക, മാതാപിതാക്കൾ ശിർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുക. അതാണ് അവരോട് നമുക്ക് സ്നേഹമുണ്ട് എന്നതിന് തെളിവ്.
ചില മക്കളെയൊക്കെ നമ്മൾ കാണാറുണ്ട്, ദുനിയാവിലുള്ള എല്ലാ സുഖങ്ങളും അല്ലെങ്കിൽ ദുനിയാവിലുള്ള എല്ലാ ആവശ്യങ്ങളും ഉമ്മാക്ക് വേണ്ടി ചെയ്തു കൊടുക്കും, ഉപ്പാക്ക് വേണ്ടി ചെയ്തു കൊടുക്കും. എന്നാൽ സ്വന്തം ഉമ്മ അള്ളാഹു അല്ലാത്ത ഒരാളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അത് പറ്റില്ല എന്ന് ഉമ്മയോട് പറയാൻ ആ മക്കൾ തയ്യാറാവുന്നില്ല. കാരണം എന്താ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ, ഉമ്മ എന്നെ വെറുക്കോ എന്നുള്ള ചിന്താഗതിയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചിന്തിച്ചിരുന്നുവെങ്കിൽ എന്താവുമായിരുന്നു അവസ്ഥ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിച്ചിട്ടും പ്രവാചകനെ കുറ്റം പറഞ്ഞിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ ദ്രോഹം ചെയ്തിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചു, ശിർക്കിൽ നിന്ന് ആൾക്കാരെ വിലക്കി. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ കുടുംബത്തിലൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സഹീഹുൽ ബുഖാരിയിലാണ്, മൻ മാത യജ്അലു ലില്ലാഹി നിദ്ദൻ അദ്ഖലൻ നാർ. ആരെങ്കിലും അല്ലാഹുവിന് പങ്കുകാരെ വെക്കുന്ന പക്ഷം അവൻ നരകത്തിൽ പ്രവേശിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഷിർക്കിന്റെ ഗൗരവത്തിന് ഒന്നാമത്തെ കാര്യം എന്താണ്? ഷിർക്ക് അല്ലാഹു മാപ്പാക്കുകയില്ല. രണ്ടാമത്തേത് എന്താണ്? ഷിർക്ക് ചെയ്യുന്ന വ്യക്തികൾ കാലാകാലം നരകത്തിലാണ്. വേറെയും ധാരാളം ഹദീസുകളുണ്ട്. ഈ രണ്ട് ആയത്തുകളാണ് ഉദ്ധരിച്ചിരിക്കുന്നത് റഹിമഹുല്ലാഹ്. മൂന്നാമത് ഒരു ആയത്ത് കൂടി ഞാൻ പറയാം, വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് മാത്രം. ഷിർക്ക് ചെയ്യുന്നവർ എത്ര അമലുകൾ ചെയ്താലും അവന്റെ അമലുകൾ ബാത്തിലാണ്. ഒരു വ്യക്തി ഷിർക്ക് ചെയ്യുകയാണെങ്കിൽ, ഷിർക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ മൊത്തത്തിലുള്ള ഒരു വാക്കായതുകൊണ്ട് ചില ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റില്ലായിരിക്കാം. ഒരു വ്യക്തി ഖബറിനരികിൽ പോയി സുജൂദ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ CM അടവൂരാണ് ലോകത്തെ നിയന്ത്രിക്കുന്നതെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, മമ്പുറം തങ്ങൾക്ക് മരിച്ചതിന് ശേഷവും നമ്മെ സഹായിക്കാൻ കഴിവുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അവൻ എത്ര അമൽ ചെയ്താലും അവന്റെ അമലുകൾ ബാത്തിലാണ്. സൂറത്തുൽ അൻആമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 18ഓളം പ്രവാചകന്മാരുടെ പേരെടുത്തു പറഞ്ഞു. അതിനുശേഷം അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുകഴ്ത്തി പ്രശംസിച്ചു. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല 88ാമത്തെ വചനത്തിൽ പറഞ്ഞു, വലൗ അശ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ. ഈ പറയപ്പെട്ട പ്രവാചകന്മാർ 18ഓളം വരുന്ന പ്രവാചകന്മാരെ അല്ലാഹു പുകഴ്ത്തി പറഞ്ഞതിന് ശേഷം അല്ലാഹു പറഞ്ഞത് എന്താ? അവരെങ്ങാനും ഷിർക്ക് ചെയ്താൽ അവരുടെ എല്ലാ അമലുകളും അല്ലാഹു ബാത്തിലാക്കും. കാരണം തൗഹീദിന്റെ വിഷയത്തിൽ ആരെയും ഒരു വിട്ടുവീഴ്ചയുമില്ല. അമ്പിയാക്കളാണെങ്കിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് വ്യക്തമായി പറഞ്ഞു കൊടുത്തിരിക്കുന്ന വിഷയമാണ് തൗഹീദ് എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തു പറഞ്ഞു? അവർ ശിർക്ക് ചെയ്യുകയാണെങ്കിൽ, അല്ലാഹുവിൽ പങ്കു ചേർക്കുകയാണെങ്കിൽ അവരുടെ അമലുകൾ അല്ലാഹു ബാത്തിലാക്കും. ആരോടാ പറയുന്നത്? അല്ലെങ്കിൽ ആരെ സംബന്ധിച്ചാ പറഞ്ഞത്? അമ്പിയാക്കളെ സംബന്ധിച്ച്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് സൃഷ്ടിക്കപ്പെട്ടവരിൽ ഏറ്റവും നല്ല പ്രവാചകൻ അല്ലെങ്കിൽ ഏറ്റവും നല്ല വ്യക്തി. പ്രവാചകരോട് അല്ലാഹു പറഞ്ഞ എന്താണ്? ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക്. താങ്കൾ എങ്ങാനും ഷിർക്ക് ചെയ്താൽ താങ്കളുടെ എല്ലാ അമലുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല ബാത്തിലാക്കി കളയും. വലതകൂനന്ന മിനൽ ഖാസിരീൻ. താങ്കൾ നശിച്ച ആൾക്കാരുടെ കൂട്ടത്തിൽ, പരാജിതരുടെ കൂട്ടത്തിൽ താങ്കൾ ആയിത്തീരുമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു സുമറിലെ 65ാമത്തെ വചനത്തിൽ പറഞ്ഞു. ആരോട് പറയുന്നത് സഹോദരങ്ങൾ? അല്ലാഹുവിന്റെ പ്രവാചകനോട്, അമ്പിയാക്കളോട്. 18ഓളം അമ്പിയാക്കളുടെ പേര് പറഞ്ഞ ശേഷം ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്താണ്? ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എത്രത്തോളം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അയാളിൽ നിന്ന് ഷിർക്ക് സംഭവിക്കുകയാണെങ്കിൽ ആ അമലുകളൊന്നും ഒരു ഉപകാരവും ചെയ്യുകയില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഒരു കാരണവശാലും ഷിർക്ക് വരാതെ നമ്മൾ സൂക്ഷിക്കണം. നമുക്കൊരു ഉറപ്പുമില്ല ഷിർക്ക് വരില്ല എന്ന്. അതുകൊണ്ട് എപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഈ ഹഖിൽ ഉറച്ചു നിർത്താൻ നമ്മൾ എപ്പോഴും ദുആ ചെയ്യുക. ഞാൻ കഴിഞ്ഞ ദർസുകളിലൊക്കെ പറഞ്ഞിരുന്നു, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തത് എന്താണ്? റബ്ബി ജുനുബിനി വബനിയ അൻ നഅബുദൽ അസ്നാം. അല്ലാഹുവേ, ഷിർക്കിൽ നിന്ന് എന്നെയും എന്റെ കുടുംബത്തെയും എന്റെ പരമ്പരയെയും നീ സംരക്ഷിക്കണം. ഇബ്രാഹിം അത്തൈമി റഹിമഹുല്ലാഹ് അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, വമൻ യഅ്മനുൽ ബലാഅ ബഅദ ഇബ്രാഹിം. ഇബ്രാഹിം നബി അങ്ങനെ പേടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് നിർഭയത്വത്തോടുകൂടി ജീവിക്കാൻ സാധിക്കുക? അതുകൊണ്ട് നമുക്ക് അല്ലാഹു തൗഹീദ് നൽകിയിട്ടുണ്ടെങ്കിൽ അതിൽ ഉറപ്പിച്ചു നിർത്താൻ അല്ലാഹുവിനോട് എപ്പോഴും